ആദ്യം ശ്രീമതി സുമതി, വലിയ തെരച്ചിലിനൊടുവിലാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. വലിയ നടുക്കം ആദ്യമുണ്ടായി. ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെട്ടു, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ. പക്ഷെ വളരെ പെട്ടെന്ന് പൊടുന്നനെ ഇയാളെ കണ്ടെത്താനും തിരികെ ജയിലിൽ അടയ്ക്കാനും നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞു. എന്താണ് ഇന്ന് രാവിലെ ഈ സംഭവം കേട്ടപ്പോൾ മുതൽ തോന്നിയത്? ആദ്യം തന്നെ പറയട്ടെ, അവരെ ഗോവിന്ദചാമി ജയിലിൽ ചാടി അവരെ പിടിച്ചു എന്ന് അറിഞ്ഞത് തന്നെ വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യം. വലിയ ആശ്വാസമാണ്, ചെറിയൊരു ആശ്വാസമല്ല, അത് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ് അവനെ പിടിച്ചു എന്ന് പറയണത് തന്നെ. പിന്നെ ഈ ജയിലിൽ ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടി ഇറങ്ങി അവനെ വരണച്ചിട്ടുണ്ടെങ്കിൽ അവന് ആരെങ്കിലും ഒരാൾ സഹായത്തിനില്ലാതെ എന്തായാലും ഇത് സംഭവിക്കില്ല, അത് ഗ്യാരണ്ടി. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഒരു ജയിലിലാണ് അവൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു ജയിലിൽ നിന്നിട്ട് ഇവ ഇങ്ങനെ പുറത്ത് വരണച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് അവനില്ലാതെ നടക്കില്ല. പിന്നെ ഇത്രയും വലിയ ജയിലിൻ്റെ മതിലെന്നെല്ലാം പറഞ്ഞാൽ വലിയ മതിലാണ്. അതെല്ലാം പുറത്തിറങ്ങി ഇങ്ങോട്ട് ചാടി വരണമെങ്കിൽ അവനൊരു സപ്പോർട്ടില്ലാതെ എന്തായാലും നടക്കില്ല. ഞാൻ രാവിലെ ഇത് അറിഞ്ഞ പാടന്നെ ഞാൻ അവരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവൻ കണ്ണൂർ എന്തായാലും വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കാനുള്ള എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള നിലപാടുകൾ എത്രയും വേഗം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗമ്യനെ ഈ കോടാരക്കോടി ജനങ്ങളും അവളെ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് എന്നെ അനവധി ആൾക്കാർ വിളിക്കും. എന്നും അവരെൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ്, സൗമ്യയുടെ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർ ഇവനിങ്ങനെ ചാടി എന്നുള്ള അറിയുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കില്ലേ ഏത് നേരം. അപ്പോൾ അവർ അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. ഇത് പിടിച്ച ആ ആളോടാണ് ഏറ്റവും കൂടുതൽ എനിക്കിത് ആൾക്കാരോടാണ് ഇത് നന്ദി പറയേണ്ടത്. ആ നാട്ടിലുള്ള ഏറ്റവും ഇത് പിടിച്ച ആൾക്കാരോടാണ് നന്ദി പറയേണ്ടത്. കാരണം അത് കാക്കിക്കാർക്ക് കാക്കി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാനുള്ള അധികാരം കുറവാണ്. പക്ഷേ ജനങ്ങൾക്ക് അവനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ജനങ്ങൾക്ക് അവനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. അതവർ ചെയ്തിട്ട് അവരത് തീർത്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ഇത്. പക്ഷെ അത് പറ്റാതെ എങ്കിലും പറയാണ്. എന്നെങ്കിലും ഞാൻ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, പിന്നെ കുളിക്കുമ്പോൾ എൻ്റെ കുട്ടി പോയി 15 കൊല്ലമായി, 5-6 മാസമായി, 5-6 മാസമായി, 7 മാസം 6 മാസമായി. അപ്പം ഞാൻ അതിങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഇവൻ ഇപ്പോഴൊന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുകയല്ലേ, ഇവൻ്റെ ഈ ഒരു ഇത് നമുക്ക് കാണാനുള്ളൊരു യോഗം ഉണ്ടാവുകയാണ്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യായി വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക അതാണ് സത്യം. ഞാനൊരു സത്യമാണ് പറയണത്, ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കണതുണ്ടോ അവൻ ജീവിക്കണം നമുക്കറിയില്ലല്ലോ. അപ്പം അവൻ്റെ മരണം കണ്ടിട്ട് വേണം ദൈവമേ എന്നെ വിളിക്കാൻ. പിന്നെ എനിക്ക് ഭൂമി ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത് ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയാണ് ഞാൻ. അപ്പം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ചാടി കാര്യമാണ്. ഈ ചാടിയന് അതിനുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതാരായാലും. അപ്പോൾ അതിൻ്റെ ഉള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ. ഇപ്പോൾ അവനെ പിടിച്ചു കൊണ്ടുപോയി ഇനിയിപ്പോൾ അവനൊരു FIR എന്തായാലും ചെയ്യായിരിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇനി അവനെ ഏത് ജയിലിലാണ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സുരക്ഷിത അവന് ആവശ്യമാണ്. കാരണം ഇന്ന് ഇത്രയും വലിയ ഇതിൽ ചാടി അവന് നാളെ ഇതിലും വലുത് ചെയ്യാൻ ഒരു മടിയില്ല. ഇവനെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് അനുഭവിച്ച അതിനെക്കാട്ടി വലിയ ദുരന്തങ്ങളാണ് ഇനി അനുഭവിക്കാൻ പോണത് പെൺകുട്ടികളും സ്ത്രീകളും. പെൺകുട്ടികളെ മാത്രമല്ല, സ്ത്രീകളും കൂടി അതിൽ പങ്കാണ്. അവരും കൂടി ഇതാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല.